ചെരുപ്പുമ്മ അണിഞ്ഞുള്ള അത് ചൂട് കണ്ണുണ്ടോ? ചെരുപ്പുമ്മലണിഞ്ഞുള്ള പുതുനാരിയണിഞ്ഞുള്ള പുതുനാരി. അതിനൊന്നും കുറവൊന്നുമില്ല. ഈ കളറായിട്ട് നടക്കാനായിട്ട് കൊറേ കാലായിക്കണല്ലോ നിങ്ങള്. എന്തേ അനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇഞ്ച കാലം ആണിമോളയൊന്നുമില്ലേ? ഈ സമ്പ്രദായം ഈ മഹലിൽ മാത്രമേ ഉള്ളൂ. ഈ മഹലിൽ നടക്കുന്ന കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എന്നുള്ളത് തീരുമാനിച്ചതും ഈ മഹലിൽ തന്നെ അല്ലേ? കുറ്റം പറയാൻ എല്ലാരും ഉണ്ടാവും. ഒരു മഹല് കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വലിയ പാടാ. ഏതായാലും നാളെ കമ്മിറ്റി ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ്. ഈ പറഞ്ഞത് ശരിയായില്ല. ഞാൻ പറഞ്ഞ ഇവിടെ നീർച്ചൊന്നും മാണ്ടാനല്ല. ഒരു കൊല്ലത്തിൽ എത്ര നീർച്ചയാ? ഓ മറ്റേ ആദർശക്കാരനാ. അതുപോലെ നടക്കൂല. നജീബിനൊന്ന് പറയാൻ സമ്മതിക്ക്. ഞാനൊരു ആദർശത്തിന് കുറ്റം പറയല്ലേ ചെയ്യണം. 50,000 60,000 ഉറുപ്പ്യ പിരിച്ച് ചോറ് വെച്ച് വിളമ്പിയപ്പോ കോര കയ്യില് ഒരു കഷ്ണം ഇറച്ചി കുറഞ്ഞീനാ ഇവിടെ ബഹളം ഉണ്ടാക്കിയേ. ഇതാണോ നീർച്ച സ്നേഹം? ചില ആൾക്കാർ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ എന്താ ചെയ്യാ? പണ്ട് നാട്ടിൻ പുറങ്ങളില് നീർച്ച സജീവാകാൻ തക്ക കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ നീർച്ചക്കൊരു മഹത്വം ഉണ്ടായിരുന്നു. മാറി മാറി വന്ന സമ്പ്രദായം നമുക്ക് മാറ്റാൻ പറ്റൂല. അത് പിന്നെ ഒരു കുരുത്തക്കേടാവും. പൂർവികന്മാരെ പിന്തുടരുന്ന ഈ കാര്യത്തിൽ മാത്രമുള്ളൂ. വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതില് എന്താ പത്ര തെറ്റ്? ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് 4-5 ദിവസം ഇറച്ചും മീനും ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീട് നമ്മളെ മഹലിലുണ്ടോ? എടയിൽ പാവപ്പെട്ടവരുണ്ട്. എല്ലാ വീട്ടിലും പിടിച്ചൊന്നും ഉണ്ടാവില്ല. പാവപ്പെട്ടവർക്ക് നേരത്തെ ഭക്ഷണം അല്ല വിളമ്പേണ്ടി, അവരെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരെ ഉയർത്തിക്കൊണ്ടിരാണ് വേണ്ടി. അതാണ് സമുദായ സ്നേഹം. അല്ലാതെ സംഘടന വളർത്താനും മറ്റുള്ള കാര്യങ്ങൾക്കും അല്ല. അതിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം കൊണ്ട് ഇപ്പത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇത് പറയണമെന്ന് ഇവിടെ പലർക്കും മനസ്സിലുണ്ട്. പേടിച്ചിട്ട് പറയാതൊക്കെയാണ്. നജീബ് പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ നീർച്ചയ്ക്ക് ടോക്കൺ കിട്ടാത്തതുകൊണ്ട് ഇഞ്ച കുട്ടിക്ക് ചോറ് കൊടുത്തില്ലങ്ങൾ. ഈ അഡ്രസ് പതിച്ച ടോക്കൺ നിലപാട് തന്നെ അവർ കല്ലുകടിയില്ലേ? ഞാൻ ഈ പറയുന്നത് ഒരു അതപകേടായിട്ട് തോന്നരുത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. കിഡ്നിക്ക് അസുഖം ബാധിച്ച് ആസ്പത്രിയിൽ വളരെ സീരിയസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സുബേറിന് ജീവൻ രക്ഷിക്കാൻ ഈ കൊല്ലത്തെ നീർച്ച കൊണ്ട് നമുക്ക് അതിന് മാറ്റിയേക്കാം. നമ്മൾ ഏത് മഹാന്റെ പേരിലാണോ നീർച്ച കച്ച ഉദ്ദേശിക്കുന്നത്, ആ മഹാന്മാർ അറിയാൻ സാധിച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം ഇതായിരിക്കും. കുട്ടനും കൂട്ടരും പിരിവ് തുടങ്ങിയിരിക്കണം. നജീബ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. പ്രസിഡന്റ് എന്ന നിലക്ക് ഇപ്പൊ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റൂല. നജീബ് പറഞ്ഞാല് ചെറിയ കാര്യമൊക്കെ ഉണ്ട്. നീർച്ച നമ്മള് നിർത്തണ്ട. ആ ഫണ്ടിന് ലേശം പൈസ എടുക്കും. മൗലൂദും കഴിച്ച് അവലും കഴിച്ച് പള്ളിക്കന്നാണ് കൊടുത്താൽ മതി. ബർക്കത്തിനാണെങ്കിൽ നെയ്ച്ചോറും പോത്തും തന്നെ വേണമെന്നില്ലല്ലോ. ഓൻ പറഞ്ഞ തമാശ ഒന്നല്ല. വാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. അതൊന്നും പറഞ്ഞാ പറ്റൂല. പോത്തിറച്ചി നെയ്ച്ചോറും വെച്ച് വളമ്പാതെ നീർച്ചയാവൂല. അതവിടെ നിൽക്കട്ടെ. ഇനി വേറെന്തേലും ചോദിക്കാനും പറയാനുണ്ടോ? അപ്പൊ ഇനി കമ്മിറ്റി ആൾക്കാരും പിരിയാണ്. ഇനി മുക്കരിക്ക് എന്തേലും പറയണ്ടോ? പറയാണ്ട് അള്ളാന്റെ അനുഗ്രഹം നമ്മളെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. ചെലവിന് ഞാൻ വരുമ്പോഴേ ഇറച്ചി മീനും ഒന്ന് കുറച്ച് ഇലക്കറി ആക്കണമെന്ന് ഉസ്താദിന് താല്പര്യം. ഏത് നമ്മക്കല്ലോ ഉസ്താദില്. അല്ലെങ്കിലും വീടാന്തരം കയറണ ഈ പരിപാടി നമുക്ക് നിർത്തണം. അടുത്ത റമദാനോടുകൂടി നമുക്ക് എന്തെങ്കിലും മാർഗം കാണണം. അടുത്ത കൊല്ലം കസാരയിൽ ഇരുന്നാലല്ല മോനെ. എന്നാ ശരി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. രാവിലെ വിളിച്ച ആൾക്കാരല്ലേ? ഒരു ഫോർവേഡ് ഒരു ബേക്കല്ലേ നിങ്ങൾക്ക് വേണ്ടിയേ? അതെ, ഒരാൾക്ക് 1200 ഉറുപ്പ്യ വെച്ച് കൊടുക്കേണ്ടി വരും. അതിനാണ് ഞാൻ പറഞ്ഞേക്കോലെ. ശരി, ഓക്കെ. എന്നാല് ആയിക്കോട്ടെ. ഈ പന്തളി എന്ന് ബിസിനസ് ആയോ അന്ന് അതിന്റെ നിലവാരം പോയി. എങ്ങനെ നിലവാരം ഉണ്ടാകാ? അവരെ കൂലി കേട്ടങ്ങള്. പരിക്ക് പറ്റിയാലേ വരുമാനം മുട്ടും. പിന്നെ കളിയിൽ വലിയ ആത്മാർത്ഥ്യൊന്നും ഉണ്ടാവില്ലാന്ന്. എന്താ ചെയ്യാ? നാടോടുമ്പോ നടുവോടാ. സംസ്ഥാനത്തുള്ള എല്ലാ പ്രമുഖ ഹോട്ടലിലെ ബാത്റൂമുകളിലും ഇന്നലെ നടന്ന മിന്നൽ പരിശോധനയിൽ 2 ഹോട്ടലുകളിൽ ഒളിക്യാമറ ഉപയോഗിച്ചിരുന്നതായി പ്രത്യേക സംഘം കണ്ടെത്തി. ഇവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. ഹോട്ടൽ ഏതാണെന്ന് പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു പ്രമുഖ ചാനലിലെ റിയാലിറ്റി ഷോയിൽ മാർക്കിനെ ചൊല്ലി ജഡ്ജസും മത്സരാർത്ഥികളുടെ രക്ഷിതാക്കളും തമ്മിലുണ്ടായ തർക്കം അടിപിടിയിൽ കലാശിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് കൊട്ടേഷൻ ടീമിലെ 2 പേരെ പോലീസ് തൃശൂരിൽ. ചൂട്. അസ്സലാമലൈക്കും. കുട്ടിയെ, നാളെ എന്നോടെ കേട്ടോ ചെലവ്. അല്ലേ ഇജ് ഇന്നും പഠിക്കുപോയിട്ടില്ല? ഒരാഴ്ച പണിയൊന്നും ഇല്ലാന്ന്.
അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുട്ടിയൊക്കെ വയറ്റും നോക്കും. എന്താ ചെയ്യ? അന്റെ കുട്ടിക്ക് വയറ്റുന്ന് പോയിട്ട് ഇന്റെ കുട്ടിക്കാണെങ്കിൽ വയറ്റുന്ന് പോകാണ്ട്. അല്ല ഇതൊന്നും ആശുപത്രിയിലൊന്നും പോയില്ലേ? എവിടെയും പോണ്ട, തിന്നാൻ കൊടുത്താലേ വയറ്റുന്ന് പോകുള്ളൂ. അതിന് നയിച്ചാൻ പോണേ. ആ എന്നാ ഞാൻ പോവാണ്. കുട്ടിയെ നാളെയാണ് ചെലവ്. ഇറച്ചി മീനൊക്കെ ഒഴിവാക്കുക, ഇലക്കറി മറക്കണ്ട. ഏത് ആ അസ്സലാമലൈക്കും. അലവിയെ അനക്കൊരു മൂല്യാരായിക്കൂടായിരുന്നു. നാസറിന്റെ പണിയൊക്കെ അല്ലേ? സുഖാണേ. അതിപ്പോ ഈ നാട്ടിൽ ഒരുപാട് പ്രമാണിമാരുണ്ട് ഉപ്പ് തേക്കാത്തോല്. ഇവിടെ വരുന്ന എന്റെ കൈകൊണ്ട് നാസറിന്റെ വക ഒരു ചായ പൈസ, അത് ഇന്നെ പോലത്തോൾക്ക് വലിയ കാര്യാണേ. നല്ല മനസ്സാവോന്, ഓൻ രക്ഷപ്പെടും. ഓന്റെ മാരി സ്നേഹല്ലോന് വേറെ ആരാ ഈ നാട്ടില്? ചക്കാത്ത് കൊടുക്കാൻ 25,000 രൂപ വരെ കാത്തിരിക്കണോന്നല്ലോ. ഓൻ ബുദ്ധില്ലോനാ. ആ എന്നാ ഞാൻ പോവാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആ നായിന്റെ മോള് ഫോൺ എടുക്കണില്ലല്ലോ. അടുത്ത ബുധനാഴ്ചയാണ് 40. എല്ലാരും പണ്ടെടുക്കും. വിളിച്ച് ഞാൻ നാസറിനോട് വിവരം പറഞ്ഞതാ. കിട്ടണ പൈസ കോളെന്താ കാട്ടുന്നു? ഓക്കൊരു സാമർത്ഥ്യവും ഇല്ല. ആ സൈനാനെ കണ്ടില്ലേ? പോയിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. എന്താ ഓളെ കായി? പുര കയറ്റിന്നല്ലാതെ പുറന്ന് തേച്ചിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഒരു പണി നടക്കൂല. ഞാൻ ആരോടെങ്കിലും വല്ല തിരുമറി നടക്കും നോക്കട്ടെ. ആ അതെ, സഫിയാന്റെ വാപ്പയാണ്. എത്തിങ്ങാനിന്നാ ഓക്കൊരാഴ്ച ലീവാണല്ലോ. നിങ്ങളൊരാഴ്ചത്തെ ലീവിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ? നിങ്ങളെങ്ങോട്ടും പോണ്ട. ഞാനങ്ങോട്ടും പോകുന്നില്ല. ഓക്കും കൂടി ഒരു പാസ്പോർട്ട് എടുക്കണം. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നോക്കി. ആ ഞാനിപ്പോ വരാം. വല്ല ഇറച്ചി മീനെന്തി കിട്ടുമോ നോക്കട്ടെ. മേഡ് ഇൻ കുന്നംകുളം, കാസർഗോഡ് ജില്ല. കുന്നംകുളം, യു നോ കുന്നംകുളം? No. I gave $20. You are right? ഞാൻ ശരിയായി തരാം. This is I like this. 8,250. Yeah. You want dollar? No friend. How about this one? $2,300. No. This is very high quality. Very rocks. 2 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കയറിക്കോളും. Cost very too cost, huh? Little? Low rate? This is little. Small? Okay, very cheap. Okay. 1 minute. Yeah. ഹലോ. ഞാൻ 2 ഇറാനികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ സൈസാക്കി ഞാൻ വരാം. ഓക്കെ. ഇതാണ് ആലിയ ഗൾഫ്. ഇനി നാട്ടിക്ക് പോണ വരെ ഈ മുറിയും ഈ കട്ടിലും. അല്ലെ മാനു സുരേഷൊക്കെ എപ്പോഴാ വരിക? ഒരു 11 മണി 12 മണി കഴിഞ്ഞിട്ടൊക്കെ ഓരത്തുള്ളൂ. അല്ല നിനക്കെന്താ പണി? ഞാൻ എല്ലാ പണിയെടുക്കും. എന്താന്ന് പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല, എന്ത് പണിയെടുക്കും. അതെ, അപ്പൊ ഈ ചെലവിനൊക്കെ നാട്ടുകാരെ മാക്സിമം ഉറപ്പിക്കുന്നുണ്ട്. അധികം താമസിയാതെ ഇജു അനുഭവിച്ചോളും. ആരോ വന്ന് ഞാൻ നോക്കട്ടെ. ആലേ, നവാസ് വന്ന്. നവാസോ? ഹലോ. അലിയോ, എന്തൊക്കെയുണ്ട് വർത്താനം? നല്ല വർത്താനം. ഹലോ. അലി എത്തി. ഇല്ലടാ, ഞാൻ മറന്നുപോയി. നീ വരുമ്പോ വാങ്ങിച്ചോളൂ. ഓക്കെ. ഈ ഇപ്പൊ വിസിറ്റിങ്ങിന് വന്നല്ലേ, കൊറേ നടക്കാൻ പഠിക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്ലാം. അലിയെത്തിയാണ്. കാലിലെന്തോ നീരുണ്ടെന്ന് പറഞ്ഞു. അതിന് വെച്ചോണ്ടിരിക്കണ്ട, വേഗം വൈദ്യരെ പോയി കാണണം. അവളെവിടെ? ശരി, ഞാൻ പിന്നെ വിളിക്കാം. വലൈക്കും സ്ലാം. മാനോ, എന്തിനാ ഈ ഉമ്മാക്കിനെ വിളിക്കണേ? ഞാൻ എന്റെ പെണ്ണിനെ വിളിച്ചിട്ട് 2 ആഴ്ചയായി. വില കൊടുത്തു വാങ്ങാൻ കഴിയാത്ത പവിത്രമായ സ്നേഹമാണുമ്മ. ഞാൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് കിടക്കുമ്പോ എന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വേദനിക്കുകയും
പ്രാർത്ഥിക്കുകയും ചെയ്യാൻ എൻ്റെ ഉമ്മക്കല്ലാണ്ട് മറ്റാർക്കാ കഴിയാ. അതും ഇതും പറഞ്ഞ് നീ വെറുതെ സങ്കടപ്പെടണ്ട. മറ്റേത് ബന്ധങ്ങളിലാവട്ടെ സ്വാർത്ഥത കയറിക്കൂടും. എന്നാൽ ഉമ്മാന്റെ സ്നേഹത്തിൽ അതില്ല. അതാണ് എൻ്റെ അനുഭവം. അല്ല, നിന്റെ ഉമ്മാന്റെ പാസ്പോർട്ട് എന്തായി? അത് കിട്ടിയല്ലോ. ഇനി എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ. ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പായി ഉമ്മാനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കണം. എൻ്റെ ഉപ്പാക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അർബാബ്. കൈഫ് ഹലക്? طيب اوكي ساكم بكره اوكي ما في مشكله ان شاء الله ان شاء الله. طيب اوكي مع السلامه. നാളെ 10 മണിക്ക് നിന്നെയും കൊണ്ട് അവിടെ ചെല്ലാനാ അയാള് പറഞ്ഞു. നല്ല അറബാബാ നിനക്ക് കിട്ടിയത്. നല്ല നിലയ്ക്ക് നിന്നാ നിനക്ക് ഗുണമുണ്ടാവും. നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്തായാലും നിന്നെ പോലെയല്ല ആലി. നീ നിസ്കരിച്ചോ? നിസ്കരിക്കണല്ലോ, നിസ്കരിക്കുമല്ലോ. ഫൗസിയ, ഈ തിരക്കിനിടയിലും എനിക്ക് കൃത്യമായി ഭക്ഷണം എത്തിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്താറില്ലേ? ഫൗസിയ, നമ്മൾ സ്വയം മറക്കുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മളറിയാതെ പലതും മറക്കും നാസർക്ക. ഫൗസിയ, സ്നേഹിക്കാനും ഇടപഴകാനും നിങ്ങളെപ്പോലെ ഒരു നല്ല ആളെ കിട്ടുന്നത് മനസ്സിനൊരു സുഖം. നീ പറഞ്ഞു തരുന്നത്? എനിക്ക് നിങ്ങളെ ഇഷ്ടം, എനിക്ക് നിങ്ങളെ ഇഷ്ടം. സ്നേഹിക്കാനും ഇടപഴകാനും നിങ്ങളെപ്പോലെ ഒരു നല്ല ആളെ കിട്ടുന്നത് മനസ്സിനൊരു സുഖം. എനിക്ക് നിങ്ങളെ ഇഷ്ടം, 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 എനിക്ക് നിങ്ങളെ ഇഷ്ടം. ഹലോ, എന്താ ഈ നേരത്ത്? അല്ല, ഒന്നുമില്ല. ഇന്നലെ നേട്ട് ഫോണൊന്നും കാണാനില്ല. ഏയ്, ഒന്നുമില്ല. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. എന്തേ, സുഖല്ലേ? എന്താ സൗണ്ട് ഒരുമാതിരി ഇരിക്കണേ? ഏയ്, ഒന്നുമില്ല. വേറൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അല്ല അലി, ഇപ്പൊ നാട്ടില് ചക്കയുടെ മാങ്ങയുടെ സീസണല്ലേ? സീസണൊക്കെ തന്നെ, പക്ഷെ ഊതിമാറി തിന്നണമെന്നുണ്ട് സ്വന്തം പറമ്പിൽ വേണം. പടച്ചോനിപ്പോ നാട്ടിൽ ചക്കയും കിട്ടാതായോ? മൈസൂർ കുട്ടിക്കൊക്കെ കയറ്റി വെക്കണോണ്ടേ ഇപ്പൊ ചക്കക്കൊക്കെ വലിയ ഡിമാൻഡാ. ചക്കക്കുരു വറുത്ത് തിന്ന കാലം മറന്നു. ഹലോ, ആരാ? വാലേക്കും സലാം. ആ പറയ്. എടാ, മരിച്ച പ്രദീപിന്റെ അമ്മക്ക് തീരെ സുഖമില്ലടാ. തന്നെ? നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. ഇൻഷാ അല്ലാ. മനു ബുദ്ധിമുട്ടാവോ? പിരിവ് ഒരുപാടുണ്ട്. മനു ഇടക്കിടക്കുള്ള വിളി ശല്യാവുന്നുണ്ടാ? ഒന്നും നോക്കണ്ട, എന്നാ കഴിയണമാതിരി നോക്കടാ. നമുക്ക് എന്തേലൊക്കെ ചെയ്യാം. ഇൻഷാ അല്ലാ. കുട്ടികൾക്ക് സുഖല്ലേ? ഓ, എല്ലാവർക്കും സുഖാണ്. എന്നാ വിളിക്കട്ടാ. ആ ശരി മനു. ആരാ മനു? നാട്ടിൽ പിരിവാരായിരിക്കും. പിരിവന്നെ. നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്. പന്തളി ഗാനമേള നടക്കണം. നാട്ടിൽ വലിയ ആളാവാൻ വേണ്ടി. ശരി, ഇപ്പൊ വിളിച്ചതാരാ? കഴിഞ്ഞ വർഷം കാശ്മീരിൽ വെച്ച് വെടിയേറ്റ് മരിച്ച മിലിറ്ററിക്കാരൻ പ്രദീപില്ലേ? അതെ. അവന്റെ അമ്മ ക്യാൻസറായി സുഖമില്ലാണ്ട് കിടക്കാണല്ലോ. അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിട്ടാ. അവൻ മരിച്ചപ്പോ ഗവൺമെന്റിന്ന് ഒരുപാട് കാശ് കിട്ടിയല്ലേ, കൂടാതെ പെൻഷനും കിട്ടും. അതവന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും പേരിലാണല്ലോ എന്ന് കരുതി. കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യം പറഞ്ഞ് അവള് വാടകയ്ക്കാണല്ലോ താമസം. ചൊവ്വാദോഷത്തിന്റെ പേരും പറഞ്ഞ് കല്യാണം കഴിയാത്തൊരു പെങ്ങളും അമ്മയും മാത്രമേ ഉള്ളൂ അവന്റെ വീട്ടില്. എന്തായാലും പിരിവാർക്ക് ആളാൻ പറ്റിയ ചാൻസാ. നീ കുറെ നേരമായാലോ ആളാവണെന്ന് പറയണ്. നാട്ടിൽ ഇതിനൊക്കെ വേണ്ടിട്ട് ഒരാള് വേണം. നിന്റെ പക്വത കുറവുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അല്ല, ഞങ്ങൾ ചൂടാൻ വേണ്ടി പറഞ്ഞല്ല. 4 ആള് കൂടി വിളിക്കുമ്പോ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല. മാത്രല്ല, നമ്മുടെ നാടിന് വേണ്ടി ജീവത്യാഗം ചെയ്തൊരു ജവാന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ. സുരേഷേ, നീ നാസറിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് വിളിക്ക്. നമുക്കെന്താ കിട്ടുന്ന വെച്ചാൽ കൊടുത്തു വിടാം. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്തായാലും നാളെ ആവട്ടെ.